ഓക്കെ. സോ വേർഡ് മീനിങ് വായിക്കാം. വിക്രാന്ത വിക്രമിയായ, യുധാമന്യുശ്ച യുധാമന്യുവും, ഉത്തമൗജാശ്ച ഉത്തമൗജസ്സും, സൗഭദ്ര സുഭദ്ര പുത്രനും, ദ്രൗപദേയച്ച ദ്രൗപദി പുത്രന്മാരും, സർവ ഏവച്ച എല്ലാവരും, മഹാരഥ മഹാരഥന്മാരാകുന്നു. വിവർത്തനം വൈഷ്ണവ പ്രഭുപാദ് ജയശ്രീ പ്രഭുപാദ് പറയാണ് ദുര്യോധനൻ. കൂടാതെ പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ. അപ്പോ ആ സ്ട്രെങ്ത് പറഞ്ഞു നിർത്തുകയാണ് പാണ്ഡവപക്ഷത്തെ. അപ്പൊ ഇവിടെ ആരൊക്കെ കാണുന്നു? ഒരാള് യുധാമന്യു, ഒരാളുടെ പേര് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം വിക്രാന്ത, അല്ലെ? ഓരോരുത്തരെ ഒരു വിശദീകരണം. യുധാമന്യുശ്ച വിക്രാന്ത. വിക്രാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിക്രമി അഞ്ച വീരൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. വീരനായ യുധാമന്യു. പിന്നെ അതുപോലെ തന്നെ ഉത്തമൗജാശ്ച വീര്യമാൻ. സോ വീര്യവാൻ, അതായത് വീണ്ടും വില്ലാളി, ഇത് തന്നെയാണ് ഉത്തമൗജസ്. പിന്നെ സൗഭദ്ര സുഭദ്രാപുത്രൻ, അതാരാണ്? അഭിമന്യു, സുഭദ്രാപുത്രൻ. പിന്നെ ദ്രൗപദേയാശ്ച, അല്ലെ? ദ്രൗപദിയുടെ മക്കൾ 5 പേര്. പ്രതിവിന്ധ്യൻ, ശ്രുതസോമൻ, ശ്രുതസേനൻ, ശതാനീക, ശ്രുതകർമ്മ. ഈ 5 പേര്, അവരെല്ലാവരും മഹാരഥന്മാരാകും എന്ന് പറയും. അപ്പൊ ആ പ്രയോഗങ്ങൾ ഇവിടെ എടുത്ത് കാണിക്കാൻ അവരെല്ലാം നിസ്സാരക്കാരല്ല, അല്ലെ? 12 അധിരഥികളെ നേരിടുക, അല്ലെങ്കിൽ ഒരു 7,20,000 ആൾക്കാരെ, അല്ലെങ്കിൽ വില്ലാളികളെ ഒരേ സമയം ഒരാൾ നേരിടും. അപ്പൊ അത്രയുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ ഒരു ഒരു ഒന്ന് ഉണർത്തുകയാണ് ദ്രോണാചാര്യരെയൊക്കെ. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രാജനീതി, അദ്ദേഹത്തിന്റെ ആ ഒരു തന്ത്രം ആണ് കാണുന്നത്. കാരണം ആ സ്ട്രെങ്ത് പറഞ്ഞു. ഇനി ഇത് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്കൊക്കെ സംഭവിക്കുമല്ലേ, പിള്ളേര് പരീക്ഷയുടെ പേപ്പറൊക്കെ ആയിട്ട് കൊണ്ടുവന്നാൽ നമ്മൾ ചോദിക്കും, നിനക്ക് എത്ര മാർക്ക് കിട്ടി? നിനക്ക് 15 മാർക്ക്. ആഹാ, 15 ഉള്ളൂ. മറ്റവന് എത്ര കിട്ടി? വേഗം ചോദിക്കും. മറ്റവന് എത്ര കിട്ടി, അവൾക്ക് എത്ര കിട്ടിയും ചോദിക്കും. അപ്പൊ അത് കൂടുതലാണെങ്കിൽ പിന്നെ അതിനെ പൊക്കി പറയുക, അല്ലെങ്കിലും അവരൊക്കെ നന്നായിട്ട് അപ്പൊ എന്ത് പറ്റും? ഇവരെ ഡീമോട്ടിവേറ്റ് ചെയ്യും, അല്ലെ? അപ്പൊ അത് നമ്മൾ പറയാൻ പാടില്ല അധികം, ശരിയല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ആദ്യം ഒന്ന് അപ്പുറത്തെ സൈഡൊക്കെ പറഞ്ഞു, ഇതേ അവിടെ ഇരുവരുണ്ട്, മഹാരഥികളൊക്കെ ഉണ്ട്. കൂടുതൽ കൂടുതൽ പറഞ്ഞ് ഇനിയിപ്പം ദ്രോണർക്ക് ഒരു ക്ഷീണം തോന്നണ്ട, അദ്ദേഹം എന്റെ പേടി ഇനി അങ്ങോട്ട് കൂടി കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വെച്ച് ഇതോടുകൂടി അദ്ദേഹം പതുക്കെ സ്വിച്ച് ചെയ്യാണ് ദുര്യോധനൻ. 7ാമത്തെ ശ്ലോകത്തില് ലേക്ക് പോവാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ 2 ശ്ലോകത്തില്? കാര്യമായിട്ടൊന്നുമില്ല, ഒരു സംഭാഷണമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് മഹാഭാരതം ആണ് കൂടുതൽ. അപ്പോ അടുത്ത ശ്ലോകം പോവാം. ശ്ലോകം 7. അസ്മാകം തു വിശിഷ്ടായേ, അസ്മാകം തു വിശിഷ്ടായേ, അസ്മാകം തു വിശിഷ്ടായേ, അസ്മാകം തു വിശിഷ്ടായേ, താൻ നിബോധ ദ്വിജോത്തമാ, താൻ നിബോധ ദ്വിജോത്തമാ, താൻ നിബോധ ദ്വിജോത്തമാ, താൻ നിബോധ ദ്വിജോത്തമാ, നായകാ മമ സൈന്യസ്യ, നായകാ മമ സൈന്യസ്യ, നായകാ മമ സൈന്യസ്യ, നായകാ മമ സൈന്യസ്യ, സഞ്ജാർത്ഥം താൻ ബ്രവീമി തേ, യഥീതാൻ ബ്രവീമിതേ, സഞ്ജാർത്ഥം താൻ ബ്രവീമി തേ, സഞ്ജാതം താൻ ബ്രവീമിതേ, അസ്മാകം തു വിശിഷ്ടായേ, അസ്മാകം തു വിശിഷ്ടായേ, താൻ നിബോധ ദ്വിജോത്തമാ, ദ്വിജോത്തമാ, നായകാ മമ സൈന്യസ്യ, സൈന്യസ്യ, സഞ്ജാർത്ഥം താൻ ബ്രവീമി തേ. സഞ്ജാതം താൻ ബ്രവീമിതേ. ഹരേ കൃഷ്ണ. ആരെങ്കിലും? അസ്മാകം വിശിഷ്ടായേ, അസ്മാകം താൻ നിബോധ ദ്വിജോത്തമാ, നായകാ മമ സൈന്യസ്യ,
സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഹരേ കൃഷ്ണ. ആ, ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ. അസ്മാകം തു വിശിഷ്ട താനി ബോധദ്വിജോത്തമാ നായകാ മമ സൈന്യസ്യ സംജാതം താൻ പ്രവീമി തേ. സോ നമുക്ക് മുന്നോട്ട് നീങ്ങാം. വേർഡ് മീനിങ്: ദ്വിജോത്തമ, ബ്രാഹ്മണ ശ്രേഷ്ഠ, അസ്മാകം തു, നമ്മുടെ, വിശിഷ്ട, പ്രമുഖന്മാർ, ഏവരവും, മമ സൈന്യസ്യ, എന്റെ സൈന്യത്തിന്റെ, നായക, നായകന്മാർ, താൻ, അവരെ, തേ, അങ്ങേക്ക്, സഞ്ജാർത്ഥം, അറിയാൻ വേണ്ടി, ബ്രവീമി, ഞാൻ പറയാം, താൻ, അവരെ, നിബോധ, അറിയുക. അപ്പോ വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ബ്രാഹ്മണോത്തമ, എന്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ് ഇവിടെ, അല്ലെ? അപ്പൊ ഇവിടെ അതാണ് അന്യബോധ ദ്വിജോത്തമ, ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് വിളിച്ചിട്ട് പറയണം. അപ്പൊ ഇവിടെ പാണ്ഡവരെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പിന്നെ അടുത്ത ഇതിലാണ് ഡീറ്റെയിൽ വരുന്നത്, ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ദുര്യോധനന് ധൃതരാഷ്ട്രരെ നേരത്തെ പറഞ്ഞ ഡിസ്കറേജ് ചെയ്യാനായിട്ട് യാതൊരു ആഗ്രഹമില്ല. അപ്പൊ അതുകൊണ്ട് സ്വന്തം സൈന്യത്തെ പാണ്ഡവ സൈന്യത്തെ അധികം പ്രകീർത്തിക്കാതെ സ്വന്തം സൈന്യത്തിന്റെ ഭാഗം പറയാൻ പോവുകയാണ്. മറ്റൊരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാല്, ഇദ്ദേഹത്തിന് ഉള്ളിൽ ഭയമുണ്ട്, ദുര്യോധനന്റെ ഉള്ളില് ഭയമുണ്ട്. അപ്പൊ ഈ ഭയം ഇവിടെ നിൽക്കുന്നതാണെങ്കിൽ എല്ലാ പടനായകന്മാരുടെ എല്ലാവരുടെയും സേനാനായകരുടെയൊക്കെ മുമ്പിലാണ് ദുര്യോധനൻ നിൽക്കുന്നത്. അപ്പൊ അവരൊന്നും തന്റെ ഉള്ളിലെ ഭയം അവരിലേക്ക് കൺവേ ആവാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ദുര്യോധനെയാണ്. കാരണം ദുര്യോധനാണ് അവിടെ ഇപ്പുറത്ത് പട നയിക്കാൻ നിൽക്കുന്നത്, അല്ലെ? അദ്ദേഹത്തിനാണ് രാജ്യം വേണ്ടത്. അപ്പൊ അദ്ദേഹമാണ് പട നയിക്കുന്നവർ വേറെ ഉണ്ടെങ്കിലും ദുര്യോധനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ചലനം പോലും മറ്റുള്ളവർ ശ്രദ്ധിക്കും. അതിൽ അവർക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒറ്റ മിനിറ്റ് കേട്ടോ, വീണ്ടും ഒരു ഫോൺ കോൾ വന്നു. ഹരേ കൃഷ്ണ, സോറി. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമുക്ക് ഉള്ളിൽ ഇപ്പൊ അദ്ദേഹം ഒരു ലീഡർ പൊസിഷനിലാണ്, അല്ലെ? അപ്പൊ നമ്മളും സമൂഹത്തിലായാലും വീട്ടിലായാലും ഓഫീസിലായാലും എവിടെയെങ്കിലും എല്ലാവർക്കും ഒരു ലീഡർഷിപ്പ് പൊസിഷൻസ് ഉണ്ടാവും, അല്ലേ? നമ്മൾ ലീഡർ എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ലീഡർ തന്നെ ആവണമെന്നില്ല, അല്ലെ? അത് പല രീതിയിൽ ലീഡറാവും. വീട്ടിലെ ലീഡർ, വീട്ടിൽ ചിലപ്പോ ഒരു കിച്ചണിലെ ലീഡർ ചിലപ്പോ, അല്ലെ, ആ വീട്ടിലെ ഒരു വീട്ടമ്മയായിരിക്കും. അതേസമയം ഓഫീസിലെ ലീഡർ അവിടുത്തെ ആ ഗൃഹനാഥനായിരിക്കും ചിലപ്പോൾ ഓഫീസിലെ ലീഡർ, അല്ലെങ്കിൽ പുറത്ത് വേറൊരു അസോസിയേഷനിലെ ലീഡർ ചിലപ്പോൾ അദ്ദേഹമായിരിക്കും. മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ ഈ വീട്ടമ്മയാവാം, ചിലപ്പോൾ കുട്ടികളാവാം. അതായത് എല്ലായിടത്തും ഒരു ലീഡർഷിപ്പ് എവിടെയും വരുന്നുണ്ട്. കാരണം അതങ്ങനെയാണ്, അല്ലെ? സ്കൂളിലായാലും എല്ലായിടത്തും വരും. അപ്പൊ ഈ ലീഡർഷിപ്പ് പൊസിഷനിൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചിലപ്പോൾ ആ ലീഡർഷിപ്പ് ഒരു കൂട്ടം ആൾക്കാർ ആ ലീഡറെ ആയിരിക്കും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ലീഡർക്ക് ഉള്ളിൽ നമ്മളുടെ ഒരു ലക്ഷ്യമുണ്ട്, അല്ലെ? ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിന്റെ സ്ട്രെങ്ത് കളയാതിരിക്കാനായിട്ട് ലീഡർ എപ്പോഴും ഒരു കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അതാണ് നമ്മളിവിടെ ദുര്യോധനന്റെ ഇതിലൂടെ നമ്മൾ കാണുന്നത്. ദുര്യോധനൻ അറിയാം കുറെ പ്രശ്നങ്ങളുണ്ട് തന്റെ സൈഡിൽ, ധർമ്മപക്ഷത്തല്ല നിൽക്കുന്നത്, കൃഷ്ണൻ അപ്പുറത്തുണ്ട്, അവിടെ ധർമ്മമുണ്ട് എന്നെല്ലാം അറിയാം. ഒരുപാട് പേര് ചേരി തിരിഞ്ഞ് അപ്പുറം ഇപ്പുറം പോയിട്ടുണ്ട്. പിന്നെ ഭീമന്റെ ശപഥം വളരെയധികം ഹർട്ട് ചെയ്യുന്ന ഒന്നാണ്. കാരണം അത് ഭീമൻ അത് ചെയ്യുന്നത് തന്നെ അറിയാം, തന്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. അപ്പൊ ഇതെല്ലാം ഉള്ളിലുണ്ടെങ്കിലും അതിനെ ഒന്നും പുറത്ത് കണ്ട് വിലപിക്കുകയല്ല ദുര്യോധന ചെയ്യുന്നത്. ശ്രദ്ധിച്ചില്ലേ?
അപ്പൊ നമ്മൾക്ക് പല രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യാം അല്ലെ. ഇപ്പൊ നമ്മളാണ് ദുര്യോധന, നമുക്ക് പറയാം, നിലവിളിച്ചുകൊണ്ട് പറയാം, കണ്ടില്ലേ അവരുടെയൊക്കെ കാര്യം അല്ലെ, എന്റെ കാര്യം പോകുന്ന തോന്നണം, ഇങ്ങനെ പോയാൽ നമ്മൾ ജയിക്കുവോ, അങ്ങനെയൊന്നും പറഞ്ഞില്ല അല്ലെ. അങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷൻ നമുക്ക് ലൈഫിൽ വന്നേക്കാം. പക്ഷെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ നമ്മൾ പിടിച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കേണ്ട ആവശ്യം. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പടയ്ക്ക് വേണ്ടിയിട്ട് ഈ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഒരു സംഘം ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഓഫീസാണെങ്കിൽ സബോർഡിനേറ്റ്സ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ ആൾക്കാരുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്നത് തന്നെയാണ് ചെയ്യേണ്ടത്. തന്റെ ടെൻഷൻസ്, പ്രഷറിനെ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പുറമേ കാണിക്കുന്നത് ആ വിജയിക്കാൻ പോകുന്ന കോൺഫിഡൻസ് ഉള്ള ഭാവമായിരിക്കണം. അതാണ് ദുര്യോധനന്റെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിൽ നിന്ന് എടുക്കാനുള്ളതാണ്. അപ്പൊ ഒരു പോയിന്റ് അതാണ്, ഒരു ലേണിംഗ് ആയിട്ട് നമ്മൾ ഒരിക്കലും ടീമിനെ ഡിസ്കറേജ് ചെയ്യാതെ ഇതുപോലെ കൊണ്ടുപോകാന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആ സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് നമ്മൾക്ക് സപ്പോസ് നമ്മളൊരു ടീം ലീഡർ ആണ്, പക്ഷെ നമ്മുടെ ഉള്ളിൽ പ്രഷർ നിർത്താൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതുപോലെ ടെൻഷനാണ്, ഇത് ഇങ്ങനെ പോയാൽ നമ്മുടെ കൈവിട്ടു പോകും തോന്നിയാൽ ആ പ്രഷർ കൊടുക്കേണ്ടത് സബോർഡിനേറ്റ്സിലേക്കല്ല, സുപ്പീരിയറിലേക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു ടീം ലീഡർ ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കിച്ചൺ സിമ്പിൾ ആയിട്ട് എടുക്കാം, എന്നെ അടിക്കരുത്. കിച്ചണിലെ ഒരു പ്രശ്നം വന്നു, അപ്പൊ ആ വീട്ടമ്മക്ക് ആ പ്രശ്നം വന്നാൽ അത് പിള്ളേരുടെ മേത്ത് കുതിര കയറിയിട്ടോ വേറെ ആരുടെയും മേത്ത് അപ്പൊ എന്ത് ചെയ്യും, ഗൃഹനാഥന്റെ അടുത്തേക്ക് കൊടുക്കുക പ്രശ്നം അല്ലെ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ എന്ത് ചെയ്യും, ആ പ്രശ്നം അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ അത് വേഗം കൃത്യമായിട്ട് സോൾവ് ആവും. അതേസമയം ആ കിച്ചണിലെ പ്രശ്നത്തിനെ നമ്മുടെ അവിടെയുള്ള സബോർഡിനേറ്റ്സ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഓക്കെ, അപ്പോ വീട്ടമ്മ അവിടുത്തെ ടീം ലീഡറാണ്, അപ്പൊ സബോർഡിനേറ്റ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കുട്ടികളെയൊക്കെ എടുക്കാം, അവരിലേക്ക് ആ പ്രശ്നം കൊടുത്താൽ അവരാകെ അങ്കലാപ്പിലാവും. എന്താവും ഇന്നത്തെ ആരും കിട്ടാതെ ഇങ്ങനെ പോയാണെങ്കിൽ അമ്മ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അവർക്കൊരു തോന്നൽ വന്നേക്കാം. അതിന് പകരം അവരോട് സൗമ്യമായിട്ടും അവരോട് നല്ല കോൺഫിഡൻസോടെ പെരുമാറിക്കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ചോളും, നിങ്ങൾക്ക് 1 മണിയാകുമ്പോൾ ഞാൻ ഫുഡൊക്കെ എത്തിക്കാം എന്ന് പറയുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും, അവരവരുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ അതേസമയം വീട്ടമ്മ എന്ത് ചെയ്യും, ഇപ്പുറത്തേക്ക് മാറിയിട്ട് മുഖഭാവം വേറൊരു രൗദ്രഭാവത്തിൽ തന്റെ ആ ഭർത്താവിനോട് ചിലപ്പോൾ കാര്യം പറയും, ഇവിടെ ഇന്ന പ്രശ്നമുണ്ട് നിങ്ങളോട് ഞാൻ 10 ദിവസമായില്ലേ പറയുന്നില്ല, ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം പറയാം, ഗ്യാസ് തീർന്നാവോ എന്തു ആവാം, ഒരു ഉദാഹരണം പറഞ്ഞോളൂ. പക്ഷെ ഇത് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും, ഓഫീസിലായാലും നമ്മുടെ ലൈഫിൽ എവിടെ വന്നാലും, അത് പൊളിറ്റിക്കൽ അല്ല എന്ത് ലീഡർഷിപ്പ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ട്, നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ട് ഒരുപാട് പേര് മുന്നോട്ട് നീങ്ങുന്നുണ്ട്, അവരിൽ നമ്മൾ ടെൻഷൻ അങ്ങോട്ടേക്ക് കാസ്കേഡ് ചെയ്ത് കൊടുക്കരുത്, അങ്ങനെ കൊടുക്കരുത്. നമ്മളുടെ ടെൻഷൻസ് എപ്പോഴും സുപ്പീരിയറിലേക്ക് കൊടുക്കുക, മനസ്സിലായി? പ്രഷർ കൊടുക്കേണ്ടത് അങ്ങോട്ടാണ്. സാന്ത്വനങ്ങളും നമ്മള് അപ്രീസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൊടുക്കുക, താഴേക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക, മനസ്സിലല്ലേ? അവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക. ഇതാണ് നമ്മുടെ ലൈഫിലും ചെയ്യേണ്ട ഒരു അപ്രോച്ച്. അപ്പൊ ഈ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് പഠിക്കുക, ടാക്ടിക്സ് പഠിക്കുക. ഇത് ദുര്യോധന നമ്മൾ പഠിക്കേണ്ട ഒരു മെത്തേഡാണ്. ഇതെല്ലാം നമുക്ക് കാര്യമായിട്ട് ഇതൊന്നുമില്ലെങ്കിൽ പോലും ഇതിൽ നിന്നതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള ആഗ്രഹിക്കുക. അപ്പോൾ ഒരു ലീഡർഷിപ്പില് നമുക്ക് ദുര്യോധന അങ്ങനെ ഒരുപാട് കാണിച്ച് തരുന്ന ആളാണ് ദുര്യോധന. ഈ ദുര്യോധനനെ പലപ്പോഴും നമ്മൾ ഒരു എന്താ പറയുക, മോശപ്പെട്ട അല്ലെ ഒരു വില്ലനായിട്ടാണ് നമ്മൾ പലപ്പോഴും ചിത്രീകരിക്കുന്നത്, ശരിയല്ലേ? ദുര്യോധനൻ എങ്ങനെയുള്ള ഒരു രാജാവായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദുര്യോധനൻ വളരെ നല്ല വ്യക്തിയായിരുന്നോ അതോ വളരെ ദുഷ്ടനായിരുന്നോ രാജാവായിരുന്നു എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പൊതുവെ ദുര്യോധനെ കുറിച്ച് നമ്മൾ എപ്പോഴും യുധിഷ്ഠിരനെയാണ് നമ്മൾ കൂടുതൽ കേൾക്കാറ്. ദുര്യോധനന്റെ കാര്യം പൊതുവെ ഉള്ള ഒരു സ്വന്തം അഭിപ്രായം പറയാൻ പറ്റും? ഭരണം നല്ല നൈപുണ്യം രാജാവായിരുന്നു. കേട്ടില്ല. നല്ല രാജാവായിരുന്നു. നല്ല രാജാവായിരുന്നു. ശകുനി, അതെ അതെ, അതെപ്പോഴും നമുക്ക് ശകുനികൾ ഇപ്പോഴും നമ്മുടെ ലൈഫിൽ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും ഓരോ ശകുനികൾ. അപ്പോ അല്ലെ, ശകുനി, പിന്നെന്താണ് ശൂർപ്പണഖ, ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ സൊസൈറ്റിയിൽ, ഉണ്ട് ഇതെല്ലാം. അപ്പോ ഇന്നാളൊരു പ്രഭാഷണത്തിൽ കേട്ടു, ഈ ശൂർപ്പണഖ എന്ന് പറയുന്നതാണ് ഇപ്പൊ വരുന്ന അഡ്വർടൈസ്മെന്റുകൾ എന്ന് പറയുന്നത്. ശൂർപ്പണഖയുടെ കലിയുഗത്തിലെ രൂപമാണ് നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റുകൾ എന്ന് പറയുന്നത്. കാരണം ഈ അഡ്വർടൈസ്മെന്റുകളാണ് നമ്മളെ പല കാര്യത്തിലേക്കും, മനസ്സിലായില്ലേ, കൊണ്ടുപോയി തള്ളുന്നത്. അപ്പോ ശൂർപ്പണഖയുടെ കലിയുഗ രൂപമാണ് നമ്മൾ കാണുന്ന പരസ്യങ്ങൾ എന്ന് പറയുന്നത്. ശരിയായിരിക്കും അങ്ങനെ, കാരണം ഓരോന്നിൽ കാലം മാറുമ്പോൾ രൂപം മാറി വരും. നമ്മൾ അന്ന് ശൂർപ്പണഖ എന്ന് നമ്മൾ കാണുന്നു, ഇന്ന് അത് ടി വിയിലോ പത്രത്തിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ വരുന്ന അഡ്വർടൈസ്മെന്റുകളാണ്.
യെസ്. അപ്പൊ ഇവിടെ പറഞ്ഞത് ദുര്യോധനൻ വളരെ നല്ലൊരു രാജാവായിരുന്നു. മനസ്സിലായി? കാരണം യുധിഷ്ഠിരൻ ദുര്യോധനൻ രാജ്യം ഇവരെ വിട്ടല്ലോ കാട്ടിലേക്കും വനവാസത്തിനും 12 വർഷം പിന്നെ അജ്ഞാതവാസത്തിനൊക്കെ വിട്ട സമയത്ത് യുദ്ധത്തിന് മുന്നേ ദുര്യോധനന്റെ കരുനീക്കങ്ങൾ എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ യുധിഷ്ഠിരനും യുദ്ധത്തില് ഓരോ കരുനീക്കങ്ങൾ നടത്താനായിട്ട് ചാരന്മാരെ അയക്കും ഹസ്തിനപുരത്തിലേക്ക്. എന്നിട്ട് എന്തിനാന്ന് വെച്ചാല് ജനങ്ങള് എങ്ങനെയുണ്ട് ഈ ദുര്യോധന ഭരണത്തില് കാരണം എന്താ വെച്ചാൽ അതിൽ നിന്ന് എത്ര പേരെ നമ്മുടെ കൂടെ കിട്ടും എന്നറിയാനായിട്ട് ചാരന്മാരെ വിട്ടു. ചാരന്മാര് കൊടുത്ത റിപ്ലൈ എന്താണെന്ന് അറിയും? ചാരന്മാര് പറഞ്ഞു ദുര്യോധനന്റെ ഭരണത്തിൽ എല്ലാവരും സന്തുഷ്ടരാണ്. മനസ്സിലായില്ലേ? വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം രാജതന്ത്രത്തിൽ അദ്ദേഹം നിപുണന. ഒറ്റ തെറ്റേ പറ്റുള്ളൂ. ഇത് തന്നെ, അതായത് അച്ഛനായ ധൃതരാഷ്ട്രർ തിരുത്തി കൊടുത്തില്ല. അതുകൊണ്ട് ആ ഒരു തിരുത്തി കൊടുക്കായിക കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ പ്രശ്നങ്ങളാണിത് ശരിക്കും. മനസ്സിലായില്ലേ? ആ ഒരു നമ്മൾ പറയില്ലേ ചില ഒരു കുസൃതി അത് കൂടുതൽ അത് ആ സമയത്ത് നിയന്ത്രിക്കാതെ പറ്റിയത് കൊണ്ട് മാത്രം സംഭവിച്ച നല്ലൊരു രാജാവായിരുന്നു ഈ ദുര്യോധനൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോ ഇവിടെ ആ ദുര്യോധനാണ് ഇവിടെ പറയുന്നത് ബ്രാഹ്മണോത്തമ എന്നെ അല്ലെ ഈ ഒരു എന്താണ് ഈ സൈന്യത്തെ എന്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറയാം എന്ന് പറയുന്നത്. അതാണ് 7ാമത്തെ ശ്ലോകം. ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോകം 8. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. ആരെങ്കിലും ഭവാൻ ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. ഓക്കെ, നമുക്ക് മീനിങ് നോക്കാം. ഭവാൻ അങ്ങും, ഭീഷ്മ പിതാമഹനും, കർണനും, കൃപനും, സമിതിഞ്ജയ എന്നും പോരിൽ ജയിക്കുന്ന അശ്വത്ഥാമാവും, വികർണനും, സോമദത്തന്റെ പുത്രനാണ് സൗമദത്തി എന്ന് പറയുന്നത്. ഭൂരിശ്രവസ്സനാണ് പറയുന്നത്. തഥൈവച അങ്ങനെ തന്നെ. വിവർത്തനം വൈശ്വല പ്രഭുപാദ്, ജയശ്വര പ്രഭുപാദ്. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ, അതാണ് പറയുന്നത് ഭവാൻ. താങ്കൾ, ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും. ഇതാണ് ദുര്യോധനന്റെ രാജതന്ത്രം എന്ന് പറയുന്നത്. കണ്ടോ? ദുര്യോധനൻ പറയുന്നത് അപ്പൊ എന്താ പറയുന്നത്? ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ പക്ഷത്തിലെ അല്ലെ എന്റെ സേനയിലെ പടനായകന്മാരെ, യോഗ്യതയുള്ളവരെ പറ്റി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ആരുടെ പേര് പറയുന്നത്? ഭവാൻ. ആരോടാ പറയുന്നത്? ദ്രോണരോട് പറയണം. അപ്പൊ ദ്രോണരെ ആദ്യം പരിചയപ്പെടുത്തി. ഭവാൻ അങ്ങുണ്ട്, ഏറ്റവും ആദ്യം പരിചയം. അപ്പൊ ദ്രോണർക്ക് എന്തായി? ദ്രോണർക്ക് സന്തോഷമായി അല്ലെ? ദ്രോണരെ
ഭീഷ്മര് തൊട്ടടുത്തുണ്ട്, പിതാമഹനുണ്ട്. അപ്പൊ പിതാമഹനെ ആദ്യം പറഞ്ഞില്ല. കാരണം എന്താ? പിതാമഹൻ അറിയാം ഇദ്ദേഹമാണ് ഗുരു. അപ്പൊ ഗുരുവിനെ ആദ്യം പറയുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഗുരുവിനെ പറയുമ്പോൾ ഭീഷ്മർക്ക് ഒന്നും തോന്നില്ല, വിരോധം തോന്നില്ല. ആ സമയം ഭീഷ്മരെ ആദ്യം പറഞ്ഞാൽ ചിലപ്പോൾ ദ്രോണർക്ക് കൊള്ളാം, ഈ ഇദ്ദേഹം പിതാമഹനെ എടുത്ത് ആദ്യം പറയും നമ്മള് രണ്ടാം സ്ഥാനത്തായി എന്നുള്ളൊരു തോന്നല് വേണ്ട. അപ്പൊ ഇവിടെ എല്ലാവരെയും ഇദ്ദേഹത്തിന് ഉത്തേജിപ്പിച്ചെടുക്കണം. അപ്പൊ അതുകൊണ്ട് ദുര്യോധനൻ ഭവാൻ ആദ്യം ഭീഷ്മരെ പറഞ്ഞു, ആദ്യം ദ്രോണരെ പറഞ്ഞു ഭവാൻ, പിന്നെ ഭീഷ്മരെ പറഞ്ഞു ഭീഷ്മശ്ച, പിന്നെ കർണനെ അവിടെ കൊണ്ടുവന്നു. ശ്രദ്ധിച്ചോ? എന്താന്ന് വെച്ചാല് എന്താണ് കാരണം? കർണനും ഭീഷ്മരും വളരെ നല്ല ബന്ധത്തിലാ, അല്ലെ? ശരിയല്ലേ? ആണോ? അല്ല. അല്ല 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 അത് തന്നെയാണ് ഇവിടെ കൊണ്ടുവരാൻ കാരണം. അപ്പൊ കർണനും ഭീഷ്മരും നല്ല ബന്ധത്തിലല്ല, അല്ലെ? ഭീഷ്മർക്ക് കർണനെ വലിയ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ബന്ധം. അപ്പൊ കർണനെ അവിടെ പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ കർണനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ കർണൻ വളരെ മഹാരഥിയാണ്, തനിക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിയാണ്. ഈ യുദ്ധത്തിന്റെ ജയത്തില് പ്രത്യേകിച്ച് അർജുനനെ ഒതുക്കണമെങ്കിൽ കർണൻ വേണം എന്ന് ദുര്യോധനൻ വ്യക്തമായിട്ട് അറിയാം. അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം രാജ്യമെല്ലാം കൊടുത്ത ആളെ കൂടെ നിർത്തുന്നത്. അപ്പോ കർണനെ ആദ്യം കയറി പറഞ്ഞാൽ ഭീഷ്മർക്ക് സൂഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ആദ്യം ദ്രോണാചാര്യരുടെ പേര് പറഞ്ഞു, പിന്നെ ഭീഷ്മരുടെ പേര് പറഞ്ഞു, അതിനുശേഷം അവിടെ തന്നെ കർണനെ കൊണ്ടുവന്നു. അപ്പൊ കർണന് സന്തോഷമായി. കാരണം ആ ലെവലില് എന്നെയും ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ യുദ്ധ കളത്തിൽ അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ആ സീൻ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന് ഒരു മോട്ടിവേഷൻ കിട്ടി, അല്ലെ? മോട്ടിവേഷൻ കിട്ടി. അതിനുശേഷം പറയുന്നു കൃപാചാര്യരെ പറഞ്ഞു. എന്താണ്? കൃപാചാര്യരുടെ സിസ്റ്ററെയാണ് ദ്രോണാചാര്യർ കല്യാണം കഴിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ബ്രദർ ഇൻ ലോ ആണ്. അപ്പോ കൃപാചാര്യർക്ക് കുറച്ച് പറയുമ്പോൾ ദ്രോണാചാര്യർക്ക് ഒന്നും കൂടി ഒരു ഇതാണ്, എന്റെ ബന്ധുവാണല്ലോ, അല്ലെ? നമ്മൾ അളിയൻ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ ബ്രദറാണ് കൃപാചാര്യർ. അപ്പൊ കൃത്യമായിട്ട് ഓർഡറിലാണ്. സമിതിഞ്ജയ ഇവരൊക്കെ ആരാണ്? അങ്ങ് ഭീഷ്മാചാര്യര്, കർണൻ, കൃപാചാര്യര്, ഇവരെല്ലാം സമിതിഞ്ജയ എന്നും ജയിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊന്നും തോൽവിയേ ഇല്ല. അപ്പോ അവരെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യാണ്. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത ലൈനിൽ പറയുന്നു അശ്വത്ഥാമ, അല്ലെ? അശ്വത്ഥാമാവ് ആരാണ്? ദ്രോണാചാര്യന്റെ പുത്രൻ വന്നു. അപ്പൊ അശ്വത്ഥാമാവ്, അപ്പൊ ദ്രോണാചാര്യനെ മൊത്തത്തിൽ ഒരു ഡബിൾ ട്രിപ്പിൾ സ്ട്രെങ്ത് ആക്കുകയാണ്. അശ്വത്ഥാമാവിന്റെ പേര് എടുത്തു പറഞ്ഞു. അശ്വത്ഥമ. വികർണശ്ച, വികർണനെ അവിടെ കൊണ്ടുവന്നു. അനിയന്മാരുണ്ടല്ലോ 100 പേരില് ഒരാളാണ് വികർണൻ. എന്താണ് വികർണനെ കൊണ്ടുവരാൻ കാരണം? എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? വികർണൻ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ആ പക്ഷം ചേർന്ന് സംസാരിച്ചത്. യെസ്, ആ സമയത്ത് ആകെ ഒരാള് എതിർത്ത് സംസാരിച്ച ആളാണ് വികർണൻ. അപ്പൊ അന്ന് തന്നെ ദുര്യോധനന്റെ ഒരു സംശയമുണ്ട്, വികർണൻ അപ്പുറം ചാടുമോ, അല്ലെ? മറുകണ്ഠൻ ചാടുമോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് വികർണനെ നീ എന്റെ പടനായകരിൽ പ്രധാനിയാണെന്ന് വരുന്നത്. അപ്പൊ ആദ്യത്തെ മുൻനിരക്കാരെ പരിചയപ്പെടുത്തുമ്പോ തന്നെ അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് അശ്വത്ഥമാവിന്റെ കൂടെ വികർണനെയും കൂടി കൊണ്ടു. അപ്പൊ വികർണൻ എന്ത് തോന്നും? ചേട്ടൻ എന്നെ പ്രധാനിയായിട്ട് ഇവിടെ ഇടുമ്പോ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലല്ലോ, അല്ലെ? അതാണ് തന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ പേരെടുത്ത് പറയും, വികർണശ്ച. പിന്നെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ ഒരു 50 ആൾ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 100 300 പേര് ഇരിക്കുന്നുണ്ട്, അല്ലെ 500 പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നു എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇത്തരം പേരുണ്ട്, നമ്മുടെ ഇവിടെ എന്നിട്ട് പറഞ്ഞിട്ട് ഒരു 5 പേരുടെ പേരെടുത്ത് പറഞ്ഞു നോക്കി, ആ 5 പേർക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. കാരണം ഈ 300 പേരിൽ നിന്ന് എല്ലാവരും ഒരു കാര്യത്തിന് വന്നാണെങ്കിൽ 5 പേരെടുത്ത് പറയുമ്പോൾ 5 പേർക്ക് ഈ പറഞ്ഞ ആളോട് എപ്പോഴും ഒരു ആ പ്രോഗ്രാം കഴിയുന്നവരെ ഒരു ബന്ധം കൂടുതലായിട്ട് നിൽക്കും. അവര് ഒരു ഓണർഷിപ്പ് കാണിക്കും അവരുടെ. മനസ്സിലായില്ലേ? അതൊരു തന്ത്രം കൂടിയാണ് പലരും ചെയ്യുന്നത്. ഈ പ്രഭാഷണത്തില് ഒക്കെ ചെയ്യും അവര്, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ സ്പീച്ചിൽ വരും, ഓഫീസിൽ ഇങ്ങനെ സംഭവിക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കുക. വെച്ചാൽ നമ്മൾ ആ പേരെടുത്ത് പറയുമ്പോൾ ആ പേരെടുത്ത് പറഞ്ഞവർക്ക് ഇദ്ദേഹമായിട്ടൊരു ആത്മബന്ധം പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിനും അവർ ആ ചടങ്ങിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതേ തന്ത്രമാണ് ഇവിടെ, അല്ലെങ്കിൽ പറയാം ഈ തന്ത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായിരിക്കും കറക്റ്റ്. കാരണം ഇതാണ് ആദ്യം വരുന്ന തന്ത്രം. അപ്പോൾ ഇവിടെ വികർണനെ കൊണ്ടുവന്നു.
പിന്നെ സൗമദത്തി എന്ന് പറഞ്ഞാൽ സോമദത്തൻ രാജാവിന്റെ പുത്രൻ, അദ്ദേഹം ഒരു വീരനാണ്. അവരെല്ലാം തഥൈവച, അതേപോലെ തന്നെ ഈ സമിതിഞ്ചയ തഥൈവച എന്ന് വെച്ചാൽ അതേപോലത്തെ ഇതുപോലെ തോൽവിയില്ലാത്തവരാണ്. ഭൂരിശ്രവസാണ് ഈ സൗമദത്തി എന്ന് പറഞ്ഞ സോമദത്ത രാജാവിന്റെ പുത്രന്റെ പേര് ഭൂരിശ്രവസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഭാവാർത്ഥത്തിൽ പറയുന്നു, സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണി പറയുന്നു. യുദ്ധത്തിൽ തോൽവിയില്ലാത്തവരാണ് ആ വീരന്മാർ. വികർണൻ ദുര്യോധനന്റെ സഹോദരനും, അശ്വത്ഥമാവ് ദ്രോണന്റെ പുത്രനും, സൗമദത്തി അഥവാ ഭൂരിശ്രവസ് ബാഹ്ലിക രാജാവിന്റെ മകനുമാണ്. സൗമദത്തി ഞാൻ വെച്ചു ബാഹ്ലിക രാജാവിന്റെ മകനാണ് കേട്ടോ. സൗമദത്തി സോമദത്തന്റെ. പാണ്ഡുവുമായുള്ള വിവാഹത്തിന് മുമ്പ് കുന്തിക്ക് പിറന്ന പുത്രനായി അർജുനന്റെ ഭ്രാതാവാണ് കർണൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദ്രോണാചാര്യരാകട്ടെ കൃപാചാര്യരുടെ സഹോദരി ഭർത്താവ്. അപ്പൊ മൊത്തത്തിൽ ബന്ധമുള്ളവര് എല്ലാവരും. പക്ഷെ ഇവരെല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെല്ലാം തോൽവി അറിയാത്തവരാണ് എന്നുള്ള ആ ഒരു ഗ്ലോറിഫിക്കേഷനോട് കൂടിയാണ് ഇവരെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഒരു ശ്ലോകം കൂടി നോക്കാം എന്തായാലും, കാരണം ഈ ഒരു ചാപ്റ്റർ മാത്രമേ നമുക്ക് ഇത്തിരി സ്പീഡിൽ പോകാൻ. ശ്ലോകം 9 ഏറ്റുകൊള്ളുക. അന്യേ ച ബഹവ ശൂരാ അന്യേ ച ബഹവ ശൂരാ മദർത്ഥേ ത്യക്ത ജീവിതാ മദർത്ഥേ ത്യക്ത ജീവിതാ നാനാ ശസ്ത്ര പ്രഹരണ നാനാ ശസ്ത്ര പ്രഹരണ സർവേ യുദ്ധ വിശാരദ സർവേ യുദ്ധ വിശാരദ അന്യേ ച ബഹവ ശൂരാ മദർത്ഥേ ത്യക്ത ജീവിതാ നാനാ ശസ്ത്ര പ്രഹരണ സർവേ യുദ്ധ വിശാരദ. ആരെങ്കിലും ഹരേ കൃഷ്ണ ആരെങ്കിലും ചൊല്ലിക്കോളൂ. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്ത ജീവിതാഃ നാനാ ശസ്ത്ര പ്രഹരണ സർവേ യുദ്ധ വിശാരദ. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്ത ജീവിതാഃ നാനാ ശസ്ത്ര പ്രഹരണാസ് സർവേ യുദ്ധ വിശാരദാഃ. സോ വേർഡ് മീനിങ്, അന്യച മറ്റു പലരും, ബഹവ അനേകം, ശൂര ശൂരന്മാർ, മദർത്ഥേ എനിക്കായിക്കൊണ്ട്, തെക്ത ജീവിത ജീവൻ ത്യജിക്കാനൊരുങ്ങി, നാനാ ശസ്ത്രപ്രഹരണ പല വിധത്തിലുള്ള ആയുധങ്ങളുമായി ഭവിക്കുന്നു, സർവേ എല്ലാവരും, യുദ്ധവിശാരദ യുദ്ധത്തിൽ നിപുണന്മാരുമാകുന്നു. വിവർത്തനം പ്രഭുപാദ്. എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ. അപ്പൊ ഇവിടെ ഒരു സെറ്റ് ആൾക്കാരെ
പറഞ്ഞു അല്ലെ. ഇനി അടുത്ത ഒരു ഒരുപാട് പേര് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, ഈ പല വീരയോദ്ധാക്കളും ഇവിടെ വന്നിരിക്കുന്നവര് അവര് ഒരുപാട് പേരുണ്ട് ഇനിയും. അവരെല്ലാം എനിക്ക് വേണ്ടി അല്ലെ, മദർത്ഥേ തെക്വ ജീവിതാഹ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ശ്ലോകത്തില്. എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി ഇവിടെ വന്നിട്ടുള്ളവരാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരെല്ലാം നാനാവിധ ആയുധങ്ങൾ, നാനാ ശസ്ത്ര പ്രഹരണ, ഒരുപാട് വിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും അവര് സർവേ യുദ്ധ വിശാരദരാണ്. അവര് ഒരുപാട് യുദ്ധങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ള ആ വിവരമാണ് ദ്രോണാചാര്യനുമായിട്ട് അദ്ദേഹം ഷെയർ ചെയ്തു. ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇത് ഇവിടെ ആരെയൊക്കെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജയദ്രഥൻ, കൃതവർമാവ്, ശല്യര്, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ അതിരഥികളുണ്ട്. ജയദ്രഥനൊക്കെ രഥിയാണ്, 5000 വില്ലാളികളെ ഒരേ സമയം നേരിടും. ശല്യര് അതിൽപ്പെടും, കൃതവർമാവ്, അതുപോലെ തന്നെ പിന്നെ തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനു വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ പാപിയായ ദുര്യോധനന്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു. എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിച്ച ബലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു. ഇവിടെ ഈ ശ്ലോകത്തിലൊരു ഹിന്റ് നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാല്, ഈ ഒരു പ്രയോഗം ഉണ്ടല്ലോ, മദർത്ഥേ തെക്വ ജീവിത എന്ന് ദുര്യോധനൻ പറയുന്നതില് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, എനിക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്ന ഇവർ എന്ന് പറയുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാല് അവിടെ അതാണ് പറയുന്നത്, അവര് തീർച്ചയായും യുദ്ധത്തിൽ കൊല്ലപ്പെടും എന്നുള്ള ഒരു അർത്ഥവും കൂടി അവിടെ വരുന്നുണ്ട്. അതാണ് അവിടെ ആ എടുത്തു പറയുന്നത്. ഇതിനകത്ത് ഇത് നമ്മൾക്ക് എവിടെ മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ഇത് പഠിക്കുമല്ലോ, എന്താണ് 11-ാം അധ്യായം വിശ്വരൂപം നമ്മൾ പഠിക്കുമ്പോൾ, വിശ്വരൂപ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് 11-ാം അധ്യായമാണ് വിശ്വരൂപം. അതിനകത്ത് 32-33 ശ്ലോകങ്ങളിൽ വളരെ കൃത്യമായിട്ട് 11, 32, 33 നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ വായിച്ചു നോക്കാം പിന്നീട്. അപ്പൊ അതിൽ നോക്കിയാൽ അവിടെ കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഇവരെയെല്ലാം ഞാൻ നേരത്തെ തന്നെ കൊന്നു കഴിഞ്ഞു, മനസ്സിലായില്ലേ, നീ ഒരു നിമിത്തം മാത്രമാണ് എന്നുള്ളൊരു ഇത് പറയാം. നിമിത്ത മാത്രം ഭവ സവ്യ സാചിൻ എന്ന് പറയുന്ന എൻഡ് ചെയ്യുന്നൊരു ശ്ലോകമുണ്ട് 33. അതും അതിന്റെ മുന്നത്തെ ശ്ലോകം നോക്കിയാൽ മനസ്സിലാവും. ഇത് അവിടെ നമുക്ക് കിട്ടും. അതായത് അവിടെയാണത് നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതാണ് ഇവിടെ ആ അർത്ഥം ഇവിടെ ഈ ഭാവാർത്ഥത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ജയദ്രഥൻ നമുക്കറിയാമല്ലോ, ജയദ്രഥനുണ്ട്. പിന്നെ കൃതവർമാവ് നേരത്തെ പറഞ്ഞു, ജയദ്രഥൻ ദുര്യോധനന്റെ കൂടെയുള്ള കൗരവപക്ഷത്തെ ആളാണ്. കൃതവർമാവ് ആക്ച്വലി അക്ഷോണിപ്പടയിൽ നിന്ന് വന്നതാണ്, അതായത് യാദവനാണ്. പക്ഷെ അദ്ദേഹത്തിന് യാദവ പടയുടെ ഒപ്പം കൗരവപക്ഷത്ത് പോയി ചേരേണ്ടി വന്നു. ശല്യരെ അറിയാലോ, ശല്യർ എങ്ങനെ കൗരവപക്ഷത്ത് വന്നു? ശല്യർ ആരാണ്? മാദ്രിയുടെ സഹോദരൻ. മാദ്രിയുടെ സഹോദരനാണ് അല്ലെ. പാണ്ഡുവിന്റെ രണ്ടാമത്തെ പത്നിയായ മാദ്രിയുടെ സഹോദരൻ ശല്യര് ശരിക്കും പാണ്ഡവ പക്ഷത്തല്ലേ നിൽക്കേണ്ടത് അല്ലെ. പക്ഷെ അദ്ദേഹം കൗരവപക്ഷത്ത് എങ്ങനെ പോയി എന്ന് അറിയൂ? ദുര്യോധനൻ ആദ്യമേ തന്നെ അദ്ദേഹത്തിനെ വശത്താക്കി. അതെ, ദുര്യോധനന്റെ മറ്റൊരു തന്ത്രമാണ് അല്ലെ. ഈ ശല്യര് ഈ അദ്ദേഹത്തിന്റെ മത്സ്യ രാജ്യം അല്ലെ, മത്സ്യരാജ്യം അല്ലല്ലോ, അത് വിരാടന്റെ ആണ്. ശല്യരുടെ രാജ്യത്തിന്റെ എന്തായാലും മാദ്രിയുടെ രാജ്യത്തിന്റെ മാദ്രദേശം. മാദ്രദേശത്ത് നിന്ന് അദ്ദേഹം സമയമെടുത്തു വരാനായിട്ട്. പക്ഷെ ദുര്യോധനന്റെ ചാരന്മാര് വളരെ ആക്റ്റീവായിരുന്നു. കാരണം ഇവരെന്തായാലും വരും എന്നുള്ളത് യുധിഷ്ഠിരൻ സംഘത്തിന് അറിയാം. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഈ ശല്യരുടെ സംഘം വരുമ്പോൾ, ശല്യര ആ രാജാവും അവരുടെ വലിയൊരു ടീം വരുമ്പോൾ അവർക്ക് വേണ്ട സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ചെയ്തു. ടെന്റ്, അങ്ങനെയുള്ള ഒരു കൊട്ടാര സദൃശ്യമായ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു. അവർ വന്നപ്പോൾ തന്നെ അവരെ സ്വീകരിച്ചു. മനോഹരമായ ഒരു സ്വീകരണം, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. ആ ഒരു സന്തോഷത്തില് ഇത് ആരായിരിക്കും ഒരുക്കിയിട്ടുള്ളതെന്ന് വെച്ചാല് യുധിഷ്ഠിരന് സംഘമായിരിക്കുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു ശല്യർക്ക്. പക്ഷെ ശല്യര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇത് ആരാണോ ഞങ്ങൾക്ക് ഒരുക്കി തന്നത്, ഇവർക്ക് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അവിടെ ഇന്ന് പ്രഖ്യാപിച്ചു. മനസ്സിലായില്ലേ? നമ്മൾ പറയാറില്ലേ, സന്തോഷം വരുമ്പോഴും അല്ലെ ഓരോ വാഗ്ദാനം കൊടുക്കരുത്, അല്ലെ ദുഃഖം വരുമ്പോ തീരുമാനം എടുക്കരുത് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ശല്യര് അങ്ങനെ ഒരു ഇത് കൊടുത്തു. അപ്പോഴാണ് അമ്മാവാന്ന് വിളിച്ചിട്ട് ആര് വരുന്നത്? ദുര്യോധന വന്നിട്ട് പറയുന്നത്, ഞാനാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ ഒന്ന് വാക്ക് പറഞ്ഞു പോയി. അങ്ങനെയാണ്
ശല്യര് ആ ഒരു വശത്ത് പോയി പെടുന്നത്. അപ്പൊ ഇതെല്ലാം മഹാഭാരതം സൈഡാണ് ഇവിടെ വലിയ ഇതില്ല. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കണം. ഇങ്ങനെ പലതും നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കാതെ പോകരുത്. ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് നമുക്ക് മഹാഭാരതം അല്ല ശ്രീമദ് ഭാഗവതവും മനസ്സിലാക്കാൻ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ബുദ്ധി പല രീതിയിൽ തെളിഞ്ഞ് വരേണ്ടത് ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് തത്വങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ അതാണ് ഈ ഒരു ഭാഗത്തിനെ പറ്റി പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ ചോദിച്ചു. ഞാനൊന്ന് ലീവ് ചെയ്യാണ്, കാരണം എനിക്കൊരു സ്ഥലം വരെ അർജന്റായിട്ട് ഞാനും പോകാനുള്ളത്. ഇന്ന് ഇത്തിരി നേരത്തെ നിർത്തുന്നുണ്ട്. എന്തായാലും ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ശരി. ശ്ലോകം ഹരേ ഇത്രയായി. കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ? ആ ഭാരത കഥയല്ലാതെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറയാനുണ്ടോ? ഇന്ന് നമ്മൾ ശ്ലോകം 5, 6, 7, 8, 9 വരെ വന്നു അല്ലെ? യെസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. കാരണം 1-ാം അധ്യായം നമുക്ക് ഏതാണ്ട് ഇങ്ങനെയൊക്കെ പോകുള്ളൂ. എന്നാലും കുറച്ചുണ്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ. കാരണം നമ്മളുടെ ഒരു എന്താ പറയുക, സെറ്റിംഗ് ദ സീൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതിലേക്ക് കൊണ്ടുപോകണം. നമുക്ക് ഈ 46 ശ്ലോകങ്ങളിലൂടെ നമ്മൾ ഒരു നല്ലൊരു ബേസ് ആണ്, നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ് അതിനകത്ത് കിട്ടുന്നത്. വേറെ ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. സാറേ, ബ്രാഹ്മണോത്തമ എന്ന് വിളിക്കുന്നുണ്ടല്ലോ ദ്രോണാചാര്യരെ. അസ്മാകം തു വിശിഷ്ടായേ നാന്യബോധ ദ്വിജോത്തമ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു ആപ്റ്റ് ആയിട്ടുള്ള വിളിയാണോ, അതോ ദ്രോണാചാര്യരെ ഒന്ന് മോശമാക്കാൻ വേണ്ടിയിട്ടെന്ന് അങ്ങനെ ഒരു വ്യാഖ്യാനം? ഇല്ല, അവിടെ ഉത്തമൻ തന്നെയല്ലേ വരുന്നത്, ദ്വിജോത്തമൻ. ദ്വിജൻ ക്ഷത്രിയ ധർമ്മം ആണ് അദ്ദേഹം. ബ്രാഹ്മണനായിട്ട് കുലത്തിൽ ജനിച്ചെങ്കിലും ക്ഷത്രിയ ധർമ്മം ആണ് അദ്ദേഹം നിർവഹിക്കുന്നത്, ഫോളോ ചെയ്യുന്നത്. അതെ. അപ്പൊ ആ ക്ഷത്രിയ പക്ഷെ എന്താന്ന് വെച്ചാൽ ബ്രാഹ്മണോത്തമ എന്ന് വിളിക്കാൻ കാരണം ദ്വിജൻ എന്ന് പറഞ്ഞാൽ 2 ജന്മം എടുത്ത ആളാണല്ലോ എപ്പോഴും ദ്വിജൻ. അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ ക്ഷത്രിയനേക്കാളും എപ്പോഴും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രനാണല്ലോ നമ്മുടെ വർണ്ണാശ്രമത്തിന്റെ ഇതിനകത്ത് വരുന്നത്. അപ്പോ അതിനകത്ത് ഏറ്റവും ഇന്റലിജന്റ് ക്ലാസ് എപ്പോഴും ബ്രാഹ്മണൻ. അപ്പൊ അവിടെ അത് വിശേഷണം തന്നെയാണ്. കാരണം വെച്ചാൽ അവിടെ ആയോധനകലകൾ പഠിപ്പിച്ച ക്ഷത്രിയ രീതി ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം ബ്രാഹ്മണനാണെന്നുള്ള ആ വിശിഷ്ടം അദ്ദേഹത്തിന് കൊടുക്കണം. ആ വൈശിഷ്ടം അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല അവിടെ. ശരിയല്ലേ? അപ്പൊ അവിടെ ഈ ഒരു പോയിന്റില് അവിടെ നെഗറ്റീവ് വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇവിടെ അദ്ദേഹത്തിനെ കൂടുതൽ എന്താ പറയണ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ് ദുര്യോധനൻ. അപ്പൊ അദ്ദേഹം ദ്വിജോത്തമനാണ്. കാരണം വെച്ചാൽ ഇവിടെ വേറൊരാളും അങ്ങനെ ഇല്ല. അതാണ് ബ്രാഹ്മണന്റെ ക്വാളിറ്റി അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. കാരണം ഇന്റലിജന്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന് പറയാൻ കാരണം വെച്ചാൽ മറ്റൊരു മീനിങ് അതിന്റെ ഇങ്ങനെ എടുക്കാം. അതായത് എപ്പോഴും നമ്മൾ പറയില്ലേ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രൻ. ബ്രാഹ്മണനാണ് എപ്പോഴും ഇന്റലിജന്റ് ക്ലാസ്. അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. മനസ്സിലായില്ലേ? ഡിസിഷൻ മേക്കേഴ്സ് അവരാണ്. മറ്റുള്ളവർ അവരെ ഫോളോ ചെയ്യണം. അപ്പൊ ആ രീതിയിൽ കൂടി ഒരു പ്രശംസ തന്നെയാണ് അത്. അതായത് അങ്ങ് ബ്രാഹ്മണോത്തമനാണ്, അപ്പൊ അങ്ങയുടെ ഡിസിഷൻസ് അനുസരിച്ച് ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ മൂവ് ചെയ്യും. മനസ്സിലായി? ഭീഷ്മര് പോലും എന്നുള്ള ആ ഹിന്റ് അവിടെയാണ്. അത്രയും എന്താ പറയുക, ആ ഒരു പവർ കൊടുക്കണം. അതാണ് നെക്സ്റ്റ് ശ്ലോകം ഭവാൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അങ്ങ് ആദ്യത്തെ ആൾ അങ്ങായിട്ട് പറയും. അപ്പൊ അതാണ് അവിടെ തോന്നിയിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. ഹരേ കൃഷ്ണ. അല്ല, ശരിക്കും ദ്രോണര് ശരിക്കും ബ്രാഹ്മണ കുലത്തിൽ തന്നെയല്ലേ നിന്നേക്കണേ? ക്ഷത്രിയ കുലത്തിലേക്ക് ഒരിക്കലും ആ ഒരു വന്നിട്ടില്ല. കുലത്തിലേക്ക് വന്നിട്ടില്ല. ബ്രാഹ്മണൻ തന്നെയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ആ വിശിഷ്ടം അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടതുണ്ടല്ലോ, അദ്ദേഹം ബ്രാഹ്മണനാണെന്നുള്ളത്. അതാണ് അവിടെ ഈ ആയോധന കല പഠിപ്പിച്ചു കൊടുത്ത ഒരു ഗുരുവാണ്. അത്രേ ഗുരുവാണ്. ഒരിത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ശരിക്കും യുദ്ധം ചെയ്യുന്ന ഒരു രാജ ഇതിനകത്തേക്ക് അല്ല. ഒരിക്കലും അതെന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു ജനറൽ സംശയം വരാം. എപ്പോഴും ഈ ആയോധന കലകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹം ഒരു ക്ഷത്രിയൻ പോലെ നമ്മൾ വിചാരിച്ചു പോകും പൊതുവെ. ജനറലി അങ്ങനെ ഒരു ഇത് വരുമല്ലോ. നമ്മളിപ്പോ ഇതിപ്പോ ദ്രോണരെ എല്ലാവർക്കും അറിയണോണ്ട് കുഴപ്പമില്ല. പക്ഷെ ജനറലി ഇപ്പൊ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചൊക്കെയാണ് ഇതൊന്നും അറിയാതെ ഒരു കുട്ടിയാണെങ്കിലും
നമ്മൾ ഇത് പഠിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചു പോകും. പക്ഷെ അതാണ് ഇവിടെ എടുത്ത് സംബോധന ചെയ്ത് വളരെ ക്ലാരിറ്റി കൊടുക്കുന്നത്. അദ്ദേഹം ദ്വിജോത്തമൻ തന്നെ, ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ട് തന്നെയാണ് സംബോധന ചെയ്യുന്നത്. അത് തന്നെയാണ് അദ്ദേഹം. അപ്പൊ അവിടെ അദ്ദേഹത്തിന് ആ ഒരു ഇതിൽ പറഞ്ഞ ഈ 4 ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് അല്ലെങ്കിൽ ഇന്റലിജന്റ് ക്ലാസ് ആയിട്ട് തന്നെ അവിടെ ഒരു സ്ഥാനം കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതെ, ഗുരുക്കന്മാരൊക്കെ ബ്രാഹ്മണ ഒരു ഇതിലാ വരിക. അതെ. കാരണം പണ്ട് പ്രത്യേകിച്ചും കാരണം വെച്ചാൽ അവരാണ് ഗുരു എന്ന് പറഞ്ഞ ബ്രാഹ്മണര് തന്നെ ആയിരിക്കും എപ്പോഴും ഇന്റലിജന്റ് ക്ലാസ്സിൽ തന്നെ വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 12:40 നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദി കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരുദേവ് കി ജയ്. നിതാഗുണ പ്രേമാനന്ദേ. ഹരി ഹരി. ഹരേ കൃഷ്ണ. ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ആഴ്ച പുരുഷോത്തമ കുറച്ചുപേര് ലെഫ്റ്റായി പറയാൻ പറ്റും. പുരുഷോത്തമ മാസത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മാസത്തിൽ ഏറ്റവും വായിക്കാൻ ഉത്തമം 12-ാം അധ്യായം. ഞാൻ പറഞ്ഞൊന്നും ഓർക്കണില്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടാവാം. 12-ാം അധ്യായം പുരുഷോത്തമ യോഗം 20 ശ്ലോകമുള്ളൂ. അതും പുസ്തകം എല്ലാവരുടെയും കയ്യിലുണ്ട് ഇപ്പോ. 15 അല്ലേ? 12 ഭക്തിയോഗമാണ്. 15-ാം അധ്യായം പറ്റുന്ന ദിവസവും വായിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം 1-2 ശ്ലോകം വെച്ചിങ്ങനെ വായിക്കുക. ജൂൺ 16 വരെ സമയമുണ്ട്, അതൊന്ന് ചെയ്യാം. ഇത്തിരി സമയം കണ്ടെത്തിയിട്ട് വായിക്കുക. അത് നല്ലൊരു നമുക്ക് ആത്മീയതയിലൊന്ന് പുരോഗതി കിട്ടാൻ ഗുണകരമാണ്. എല്ലാ ദിവസവും എല്ലാ ശ്ലോകവും വായിച്ചു പോകാൻ പറ്റിയ നല്ലതാ. ശ്ലോകം പുറത്തന്നെ വായിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിർത്തിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.